സ്വാഭാവികമായിട്ട് ഈ യോഗത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലെല്ലാം വന്നു കഴിഞ്ഞു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഒരു ഏകീകൃത രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉദ്ദേശമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നല്ല തീരുമാനങ്ങളുണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അല്ല, നല്ല തീരുമാനം എന്ന് പറയുന്നത് പലതും വരുമല്ലോ. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ വികാരവും അറിയാവുന്ന നേതൃത്വമാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും അതിന് പറ്റത്തക്ക വിധത്തിൽ കേരളത്തിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനം അതാണ്. ഊർജ്ജം ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഊർജ്ജമുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി അത്യുജ്വല ഊർജ്ജമായിട്ട് മാറണം. അല്ലല്ല, ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല. എല്ലാം അപ് ടു ഹൈക്കമാൻഡാണ്. ഒരു കാര്യം, അതായത് ഊർജ്ജം ഉണ്ടാകുന്ന പറയുമ്പോൾ ഇപ്പോൾ ഊർജ്ജം ഇല്ല, അതിപ്പോൾ PCC അധ്യക്ഷനെ മാറ്റുന്നതിലൂടെ ഊർജ്ജം വരുന്നതാണ്. അല്ലല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ ഊർജ്ജമുണ്ട്. അത്യുജ്വല ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് പോകണം. കാരണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. 2 ടേമായിട്ട് കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇനി മൂന്നാമതൊന്നും അങ്ങനെ വന്നേ പറ്റില്ല. അതാണ് കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ പൊതുവികാരം. ആ വികാരത്തിനൊത്തുയർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേതൃമാറ്റം ഈ യോഗത്തിൻ്റെ ഒരു അജണ്ടയാണ്. എനിക്കറിയില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളതല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. മുൻ KPCC പ്രസിഡൻ്റാണ്. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശക്തമായിട്ട് തന്നെ അദ്ദേഹം പറയട്ടെ. പക്ഷേ നമുക്കിവിടെ വേണ്ടതെന്താ, നിലവിലുള്ളതിനേക്കാൾ സാഹചര്യം മുമ്പോട്ട് പോകണം. അതേത് രാഷ്ട്രീയ പാർട്ടി ആഗ്രഹിക്കാത്തത്? കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയും, പ്രത്യേകിച്ച് 8-9 കൊല്ലക്കാലമായി പ്രതിപക്ഷത്ത് നിന്ന് എല്ലാ സ്ട്രഗിളും നേരിട്ട് കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ, അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ക്ഷതത്തിന് വിധേയമായി വളരെ കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെല്ലാം ഒരു മാറ്റം കേരളത്തിൽ വന്നേ മതിയാകൂ എന്നാഗ്രഹിക്കുകയാണ്. ഭരണത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഭരണവിലാസം ഏർപ്പാട് ഗംഭീരാളേ എന്നവർ പ്രചരണം നടത്തുന്നത്. അതിനവരുടെ PR വർക്കും ഉണ്ട്. പക്ഷേ PR വർക്ക് കൊണ്ടൊന്നും കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ തീരില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുകയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം ഭരണത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തുക എന്നുള്ളതാണ്. സഫീഷ്യൻ്റായിട്ടുള്ള ടൈമുണ്ട്. ഈ മാർജിനുള്ളിൽ ആ പ്രിപ്പറേഷൻ നടത്തണമെന്നാണ് കേരള ജനസമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനൊത്തുയരണം, ഉയർന്നേ മതിയാവും. കേരളത്തിൽ ഇപ്പോൾ തന്നെ മറ്റേത് കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ഐക്യമുണ്ട്. പക്ഷേ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഐക്യം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കേരളത്തിലെ കോൺഗ്രസ് നല്ല ഐക്യത്തോടു കൂടി പോകണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് നല്ല ഐക്യത്തോടു കൂടിയാണ് എന്ന് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം. 72 സീറ്റ് കിട്ടട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. ആ ആലോചന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വ്യക്തികളുടെ അഭിപ്രായ പ്രകടനമല്ല. ആ രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ആ സംസ്ഥാനത്തോട് നീതി പുലർത്തണം എന്ന് തീരുമാനിക്കാനുള്ള കൽപ്പുള്ള നേതൃത്വമാണ്. അത് വരട്ടെ. അത് നമുക്ക് ആദ്യം ഭൂരിപക്ഷം ഉണ്ടാവുക എന്നുള്ളതല്ലേ. ഭൂരിപക്ഷത്തിൻ്റെ ഈ ലക്ഷ്മണരേഖ കടന്നതിന് ശേഷമുള്ള ഡിസ്കഷനെക്കുറിച്ചായി പറയുന്നത്. ആദ്യം ആ ലക്ഷ്മണരേഖ കടക്കട്ടെ, അതിനുവേണ്ടിയുള്ള പരിശ്രമം വേണ്ടത്. അതിനെല്ലാവരെയും ഒരുമിപ്പിക്കണം. വിഭിന്നമായ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിലും കേരള ജനസമൂഹത്തിന് മുമ്പിലും ഉണ്ടാകരുത്. ഒറ്റ ലക്ഷ്യത്തിൽ പോകണമെങ്കിൽ വളരെ ആത്മസംയമനത്തോടുകൂടി, ചിന്താശക്തിയോടുകൂടി ഈ സിറ്റുവേഷൻ നേരിടാൻ കഴിയണം. അപ്പോഴും വലിയൊരു അനിശ്ചിതത്വമില്ല. 4-5 പ്രധാന നേതാക്കൾ മുഖ്യമന്ത്രിയാകാൻ തക്ക ശേഷിയുള്ളവരായിട്ട് നിൽക്കുന്നു. ആളുകൾക്ക്, വോട്ടർമാർക്ക്, കോൺഗ്രസിലെ താഴെക്കിടയിലുള്ള ആളുകൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഇല്ല? ഒരു കൺഫ്യൂഷനും ഇല്ല. കോൺഗ്രസിനൊരു ശീലമുണ്ട്, അതിനൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്, കേരളത്തിൽ മാത്രമായിട്ടുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ വരേണ്ടത്.